ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു പഴയ കാലമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ ദൈവവചനം അവരിൽ നിന്ന് നഷ്ടമായി പോയി. ദൈവത്തിന്റെ വചനം അടക്കം ചെയ്ത ഒരു പെട്ടകം അവരുടെ ജീവിത വഴികളിൽ അവർക്ക് തുണയായി നിന്നതിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം വായിക്കുമ്പോൾ 25-ാം അധ്യായത്തിൽ ഖദിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കണം, അതിനു മീതെ കെരൂബുകൾ, കൃപാസനം എല്ലാം ഉണ്ടാവണം. അതിനുള്ളിൽ 3 കാര്യങ്ങൾ അവർ അടക്കം ചെയ്തു. ദൈവത്തിന്റെ വചനം, മോശെ മുഖാന്തരം സീനായി മലയിൽ വെച്ച് ദൈവം നൽകിക്കൊടുത്ത ദൈവത്തിന്റെ വചനം, 2 അഹരോന്റെ തളിർത്ത വടി, 3 മന്നായിട്ട് വച്ച പൊൻപാത്രം. ഈ 3 കാര്യങ്ങൾ അതിനുള്ളിൽ അടക്കം ചെയ്തതായി എബ്രായ ലേഖനം 9:4 പറയുന്നുണ്ട്. ആ ദൈവത്തിന്റെ പെട്ടകം അവർക്ക് വഴിയായിരുന്നു. നിങ്ങൾക്കറിയാം, യോർദാൻ കടക്കുന്ന വേളയിൽ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന്റെ മുൻപിൽ കൂടെ 2000 മുഴം അകലം മാറി യാത്ര പോകുകയാണ്. അതിന്റെ ചരിത്രം എന്താണെന്ന് അറിവുള്ള ആളുകൾ സാധാരണ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പെട്ടകവും വഹിച്ചുകൊണ്ട് ജനത്തിന് മധ്യേ ഈ പുരോഹിതന്മാർ നിൽക്കാതിരുന്നത്? സാധാരണ നമുക്കറിയാവുന്നതൊക്കെ ഇങ്ങനെയുള്ള പെരുന്നാളുകളിലും ആഘോഷവേളകളിലുമൊക്കെ ജനമെല്ലാം ഇങ്ങനെ ഇടിച്ചും കുത്തിയും നടന്നു പോകുന്ന വഴികളിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുന്നത് ഒരോളമാണ്. ആളുകളെല്ലാം അതേ ഒന്ന് തൊട്ട് ഒന്ന് നമസ്കരിച്ച് എല്ലാവരോടൊക്കെ ഒന്ന് ആഹ്ലാദിച്ച് ഒരു തിമിർപ്പിൽ ദൈവത്തിന്റെ പെട്ടകം പുരോഹിതന്മാർ ചുമക്കുന്നു. പുരോഹിതനും ഒരു സന്തോഷം, ജനത്തിനും ഒരു സന്തോഷം. ജനമെല്ലാം ഇങ്ങനെ വട്ടം ചുറ്റി ആർപ്പ് വിളിച്ചു പോവുക. എൻ്റെ ഉടയ തമ്പുരാൻ അങ്ങനെ പറഞ്ഞില്ല. പകരം പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പെട്ടകവും ജനവും തമ്മിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. ഏതാണ്ട് 1.25 കിലോമീറ്റർ അപ്പുറം ദൈവത്തിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ നടക്കണം. ജനം അതിന് പിന്നാലെ പോകണം. പ്രിയപ്പെട്ടവരെ, വളരെ അകലെ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ ജനം കാണണം. ജനത്തിന് നടുവിൽ മറഞ്ഞു പോകേണ്ട ഒന്നല്ല ദൈവത്തിന്റെ വചനം. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, വചനവും വചനധ്യാനവും വചന പ്രാർത്ഥനകളും ഒക്കെ ഓളങ്ങളിലും ആരവങ്ങളിലും അങ്ങ് ചേർന്ന് പോകേണ്ടതല്ല. പകരം അതിനപ്പുറം നീ കാണേണ്ടതാണ്, നീ ധ്യാനിക്കേണ്ടതാണ്, നീ പിൻപറ്റേണ്ടതാണ്. അതിനെ വിശുദ്ധിയോടെ നീ കാണേണ്ടതാണ്. നമുക്ക് പലപ്പോഴും ഓളങ്ങളുള്ള ആരവങ്ങളുള്ള ഇടങ്ങളിൽ ഇതൊക്കെ അങ്ങ് ഒത്തുപോകും. അങ്ങനെയല്ല. ആ പെട്ടകവുമായി നേരെ യോർദാന്റെ അരികിൽ നിന്ന് യോർദാന്റെ അരികിൽ അവർ കാഴ്ച ഒട്ടുകയാണ്. ജനമെല്ലാം പിറകെ പോയി. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ നദിയിൽ കാലുമുട്ടിയപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി 2ആയി വഴിമാറുകയാണ്. ആദാം പട്ടണത്തിനരികെ സാരേഥാന് സമീപം യോർദാൻ നദി ചിറ പോലെ നിന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയണമോ, ഏതാണ്ട് 100 മീറ്റർ വീതിയുള്ള സാധാരണ ഒരു നദി കര കവിഞ്ഞൊഴുകുമ്പോൾ 1 മൈൽ വീതിയിൽ കവിഞ്ഞൊഴുകുമെന്നാണ് പറയുന്നത്. ആ കര കവിഞ്ഞ യോർദാൻ നദി 2ആയി വഴിമാറി ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുകയാണ്. ഈ രാത്രി ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുടെ മധ്യേ അലറുന്ന യോർദാൻ പോലെ പ്രതിസന്ധികൾ നിങ്ങളെ ആഞ്ഞടിക്കുമ്പോൾ ഈ രാത്രി ദൈവവചനമേ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് വചനം ചേർത്ത് പിടിച്ചുകൊണ്ട് അലറുന്ന യോർദാനിൽ നിങ്ങളുടെ കാലുകൾ മുട്ടുമ്പോൾ, നിങ്ങൾ അതിന്റെ മധ്യ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികൾ 2ആയി വഴിമാറിക്കൊടുക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.